ചിക്കൻ ചെട്ടിനാട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് നോക്കിയറാ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഗംഭീരായിട്ടില്ലേ? ഗംഭീരായിട്ടുണ്ട്. ചിക്കൻ ചെട്ടിനാട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് പൊരിക്കാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ. നമ്മളിങ്ങനെ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ചിക്കൻ പൊരിച്ച് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുന്ന ഇടയിൽ നമുക്ക് സബോള അരിഞ്ഞിട്ട് നമുക്ക് തിക്ക് ഗ്രേവിക്ക് വേണ്ടി സബോള അരിഞ്ഞിട്ട് അത് എണ്ണയിലാണ് നമുക്ക് വാട്ടിയെടുക്കാം. അത് മഞ്ഞപ്പൊടി ഉപ്പെടുത്ത് നന്നായി വാട്ടിയിട്ട് തക്കാളിയും കൂടി അരിഞ്ഞ് അതിൽ കൂടി ചേർക്കാം. അപ്പോൾ വെള്ളം വറ്റണ വരെ അതിങ്ങനെ വാടിയെടുക്കണം. എന്നിട്ട് നമുക്കത് മൊത്തത്തിൽ അങ്ങോട്ട് വാടി നന്നായി വെള്ളം വറ്റി കഴിഞ്ഞാൽ എടുത്ത് നമുക്കത് ഗ്രൈൻഡറിലേക്ക് മാറ്റി ആ ചൂടോടുകൂടി തന്നെ ഗ്രൈൻഡറിൽ നല്ല രീതിയിൽ തന്നെ അരയ്ക്കാം. നല്ല രീതിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ച് കഴിഞ്ഞിട്ട് നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് അത് മൊത്തത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഉരുളിയിൽ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വേപ്പില, നമ്മുടെ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് നന്നായി അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. മൂത്തതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക്, മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായി ചൂടാക്കി കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് തിക്ക് ഗ്രേവി പോലെ ആക്കിയെടുക്കാം. നമുക്ക് ആ ഗ്രേവി തിക്കാവുന്ന ഇടയിൽ നമ്മൾ മുഴുവൻ മല്ലി, വേപ്പില നന്നായി ചൂടാക്കിയിട്ട് അരച്ചെടുക്കാം. നമുക്ക് തിക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് സബോള അരപ്പിൻ്റെ ഒപ്പം നമ്മൾ ഈ മസാല അരപ്പും കൂടി ചേർത്ത് കൊടുക്കും. ആക്കാനായിട്ട് ഇങ്ങനെ ചൂടാക്കിയിരിക്കുക. അരപ്പ് ടൈറ്റായി വരുമ്പോൾ നന്നായി ടൈറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചെട്ടിനാട മസാല ഇട്ട് ഒന്നുകൂടി നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് നമ്മുടെ വറുത്ത് വെച്ച ചിക്കൻ അതിലേക്ക് നമ്മൾ കോരിയിടുന്നതാണ്. കോരിയിട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കണം. അടി പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി നമുക്കിത് അവസാനം താളിക്കാം. അപ്പോൾ മുഴുവൻ വേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് താളിച്ചിട്ട് നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീത്തി കൊടുക്കണം. അവസാനം നമ്മൾ മല്ലിയില ഇട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ടൈറ്റായി നമുക്ക് കിട്ടും. നമ്മൾ ഇത്ര നേരം റെഡി ആക്കിക്കൊണ്ടിരുന്ന ചിക്കൻ ചെട്ടിനാട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് നോക്കിയാ. എങ്ങനെയുണ്ട്? ഗംഭീരായിട്ടില്ലേ? ഗംഭീരായിട്ടുണ്ട് ചിക്കൻ. ഇനി അടുത്ത ഡിഷായിട്ട് ഞാൻ വരാം.